നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സാർ, ഇന്ന് കൗമുദിയിൽ വന്നൊരു റിപ്പോർട്ട്, കൊച്ചിയിലൊക്കെ ഏകദേശം 70% ഹോട്ടലുകൾ അടച്ചു കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും നമ്മൾ അതുവഴിയൊക്കെ പോകുമ്പോൾ ഹോട്ടലുകളൊക്കെ തന്നെ ചിലത് അടഞ്ഞു കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആ യുദ്ധത്തിൻ്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും അനുഭവിച്ചു തുടങ്ങി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും നമ്മൾ ഇറാനിലേക്ക് ഇന്നത്തെ അവിടുത്തെ വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ ഒരു പുതിയ പരമോന്നത നേതാവായിട്ട് അന്തരിച്ച അയത്തുള്ള ഖമേനിയുടെ മകനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നല്ല, കൊല്ലപ്പെട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ട് ഏകദേശം ഒരു കോമ സ്റ്റേജിലാണ് ഇപ്പോൾ അദ്ദേഹം കിടക്കുന്നത്. അതും US-ൻ്റെ വ്യോമാക്രമണത്തിൽ തന്നെ പരിക്കേറ്റ് വളരെ ഒരു അതീവ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒരു പുതിയ നേതാവിനെ അവിടെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇനി അന്നാണോ ആക്രമണം ഉണ്ടായത്, അതോ പറയപ്പെടുന്നത് അന്ന് അയത്തുള്ള ഖമേനിയെ ആക്രമിക്കുന്ന വേളയിൽ തന്നെ ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചുമ്മാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഗീബൽസിയൻ തന്ത്രങ്ങൾ, ഇറാൻകാരുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി നടത്തുന്ന അസത്യ പ്രസ്താവനകളാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ ഇതുപോലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അതിനായിട്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ ആളാണ് ഗീബൽസ്. ആ ഗീബൽസ് നടത്തിയ കള്ളപ്രചാരണം തന്നെയാണ് ഗിബേലി എന്നുള്ള പേര് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന രാഷ്ട്രീയത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗം. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഉപകഥ പറയാം. ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം, പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിനൊരു കുരങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുരങ്ങനെ എവിടെ പോകുമ്പോഴും അദ്ദേഹം കൊണ്ടുപോകും. അപ്പോൾ കുരങ്ങനാണെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ, പഴം, മാമ്പഴം പറിച്ചു തരണമെന്ന് പറയുമ്പോൾ അത് പറിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് സേവനം ചെയ്ത് ഈ രാജാവിന് ഇദ്ദേഹത്തിൻ്റെ സേവനത്തിൽ വളരെയധികം തൃപ്തി തോന്നി. തൃപ്തനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായിട്ട് അങ്ങ് വെച്ചു, വിശ്വസ്തനായ കാവൽക്കാരൻ. അപ്പോൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം തൻ്റെ കാവൽക്കാരനായിട്ട് ഈ കുരങ്ങൻ ഇങ്ങനെ അടിയൻ രക്ഷിപ്പോന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ രാജാവ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ ഈച്ച രാജാവിൻ്റെ ദേഹത്ത് വന്നിരുന്നു. അപ്പോൾ കുരങ്ങന് തീരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മഹാരാജാവിൻ്റെ, എൻ്റെ യജമാൻ്റെ ദേഹത്തൊരു ഈച്ച വന്നിരിക്കുക, ഞാനല്ലേ സേവകൻ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈച്ചയെ എന്ത് ചെയ്തു, അദ്ദേഹം നെഞ്ചത്ത് ആണ് വന്നിരുന്നത്, രാജാവിൻ്റെ നെഞ്ചത്ത് വന്ന് ആ ഈച്ച ഇരുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഈച്ചയെ വെട്ടാനായിട്ട് വാളെടുത്തൊരൊറ്റ വെട്ട്, നെഞ്ച് രണ്ടായിട്ട് വിളർന്ന് യജമാനൻ മരിച്ചു, രാജാവോട് തീർന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പറ്റുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ്, ലോകത്തിൻ്റെ മുഴുവൻ പോലീസാണ് എന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടതാണ് ട്രംപ്. അതിന് തൊട്ടു മുമ്പ് വെനസ്വേലയിലെ പ്രസിഡന്റ് മഡൂറോയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂടി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കട്ടിലിട്ട് കെട്ടുവരിഞ്ഞുകൊണ്ട് കപ്പലിലിട്ടുകൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയി. ഇപ്പോഴും അവർ സുഖമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അതുപോലെ അങ്ങ് നടത്തിക്കളയ ഇവിടുത്തെ ഭരണമാറ്റം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന മുതല, ഇറാൻ എന്ന് പറയുന്ന മുതല അമേരിക്കയുടെ കാലിൽ പിടിച്ചിരിക്കുകയാണ് ഹോർമൂസ് കടലിൽ. അതാണ് ഏറ്റവും കൂടുതൽ ഹോർമൂസ് കടലിനെ അറിയാവുന്ന, ഹോർമൂസ് കടൽ അറിയാവുന്ന ആൾക്കാരുമായി സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഇപ്പം നോക്കൂ, ഇന്ത്യയുടെ കപ്പലുകൾ വിട്ടു തന്ന ആരാ? ഇപ്പം രണ്ടാമത്തെ കപ്പലും വന്നുകൊണ്ടിരിക്കുകയാണ്. 24 കപ്പലുകളുണ്ട് അവിടെ. ഒരു മാസത്തിനായി 24 കപ്പലുകളും ഇന്ത്യയിലേക്ക് അയക്കും എന്ന് ഇറാനിൽ നിന്നുള്ള ഇന്ത്യയിലെ അംബാസഡർ, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ച അവരുടെ അംബാസഡർ ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. 24 എണ്ണവും. ഇപ്പം നിങ്ങൾക്കൊരു നല്ല വാർത്ത കേൾക്കാം. ഈ 24 കപ്പലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ, ഇപ്പം നമ്മൾ കേരളത്തിലൊന്നും കാണുന്നില്ല, മുംബൈയിലൊക്കെ ഹോട്ടലുകളിൽ പകുതി അടച്ചിട്ടിരിക്കുക. മനസ്സിലായില്ലേ? മലയാളികളാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. ഇതെല്ലാം ട്രംപ് ചെയ്ത ആ മണ്ടത്തരത്തിൻ്റെ ഫലം. ആ മണ്ടത്തരത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ല, മോദി ഒന്നും ചെയ്തിട്ടല്ല. മോദി ഇതുവരെ നിഷ്പക്ഷ. മോദിക്കെതിരെ കിടന്ന് ബഹളം വെക്കുന്ന കുറേ മണ്ടന്മാർ പപ്പുവിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിൽ. എന്തൊരു മണ്ടത്തരമാണിത്. മോദിക്ക് ഇതിൽ എന്തെങ്കിലും റോളുണ്ടോ? മോദിയാണോ യുദ്ധം തുടങ്ങി വെച്ചത്? അപ്പോൾ ഈ കപ്പലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷാമം തീരും. അതുപോലെ തന്നെ നമ്മുടെ ഈ LPG ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളൊന്നും 50% അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ആദ്യം 75% ഇപ്പോൾ ഫുൾ പ്രൊഡക്ഷനാണ്.
എന്ന് പറഞ്ഞാൽ 100% പ്രൊഡക്ഷനാണ്. ഇതൊക്കെ വിതരണം ചെയ്ത സപ്ലൈ ചെയിൻ ശരിയായി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സുഭിക്ഷമാകും. നമ്മുടെ LPG ഗ്യാസ് സിലിണ്ടറുകൾ മിച്ചമായിട്ട് വരും. ഇതിപ്പോൾ താൽക്കാലികമായൊരു പ്രശ്നമാണ്. ഈ പിന്നെ കൃഷ്ണേന്ദു പറഞ്ഞ പ്രശ്നം ഞാനും അഭിമുഖീകരിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാനൊരു അവിടുന്ന് വീട്ടിൽ നിന്ന് വിട്ടുപോരുന്ന ഒരാളാണ്. അവിടെ ഹോട്ടലിൽ ഞാൻ പതിവായിട്ട് കഴിക്കുന്ന ഹോട്ടലിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മൊത്തം ഇരുട്ട്. സ്റ്റാച്യൂവിലെയൊക്കെ ജീവനക്കാർ വന്ന് കഴിക്കുന്ന ഹോട്ടലാണ്. ആളുമില്ല, ആകെ ഇരുട്ട്. കാരണം ഗ്യാസിന്റെ പ്രശ്നം കാരണം, LPG ഗ്യാസിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ നിർത്തുക. അത് പിന്നെ അത് തുറന്നിട്ടില്ല. തിരുവനന്തപുരത്ത് ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് വലിയ ഒരു പ്രതിസന്ധിയും ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ഒരു പ്രശ്നം അവർ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. കാരണം ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിക്കൊണ്ട് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ബാബു നായർ എന്ന് പറയുന്ന അതിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു 10-15 ദിവസമാണ് ഈ ഹോട്ടലുകൾ തന്നെ LPG വന്നാലും വന്നില്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കും. അത്ര വലിയ പ്രതിസന്ധി നമുക്ക് കേരളത്തിനല്ല തന്നെയല്ല. ഇപ്പൊ എസ്മ നടപ്പാക്കിയിട്ടുണ്ട്. കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പോ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ചെടുക്കും. ഇപ്പൊ കുറെ പേര് കേരളത്തിൽ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി സ്ഥിതിഗതികളൊക്കെ നേരെയാവും. ഇതൊരു വല്ലാത്ത ഒരു യുദ്ധം നടക്കുമ്പോൾ, നീണ്ടുപോകുന്ന ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എപ്പോഴും ആ പ്രതിസന്ധി അനുഭവിക്കുന്ന ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയാണ്. പ്രത്യേകിച്ചും പാവപ്പെട്ടവരാണ്. അതിൽ കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും. യുദ്ധത്തിന്റെ ഇരകളെന്ന് പറയുന്ന ലോകമാകെയുള്ള ജനങ്ങളാണ്. വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വൈറസിനെ പരീക്ഷിച്ച് അതിന്റെ ഫലം നമ്മളെല്ലാം അനുഭവിച്ചതല്ലേ, അതുപോലെ അനുഭവിക്കും. അതിന് നമ്മുടെ മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തൃപ്തിപ്പെടുന്നത് എന്തൊരു മനോനിലയാണെന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന് കാര്യമായിട്ടുള്ള പരിക്കേറ്റിരിക്കുക. ഇപ്പം ഇന്ന് വരെ ഹമാസോ അല്ലെങ്കിൽ ഹൂത്തികളോ അല്ലെങ്കിൽ ഹെസ്ബുള്ള ഗ്രൂപ്പോ അവരിൽ നിന്നോ കിട്ടാത്ത അത്രയും മാരകമായ പരിക്ക് കഴിഞ്ഞ ദിവസത്തെയൊക്കെ ആ ടെൽ അവീവിൽ നിന്നും വിറയ്ക്കുകയാണ്, കത്തുകയാണ്. ഇതുവരെ ബൽപ്പിക്കാൻ പറ്റാത്ത ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. അറബ് രാഷ്ട്രങ്ങളെല്ലാം, ഈജിപ്റ്റ്, സിറിയ ഉൾപ്പെടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും അവർക്ക് ഒരു പരിക്കും ഇസ്രായേലിന് പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. കെട്ടിടങ്ങൾ തകരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ സംസാരിക്കുന്നതേ ഇല്ല, മിണ്ടുന്നില്ലല്ലോ. അവകാശവാദങ്ങളോടെ പോയി ഈ മണ്ടൻ ട്രംപ് കിടന്ന് എന്തൊക്കെയോ പറയുന്നു. പക്ഷേ അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്, എപ്സ്റ്റീൻ ഫയൽസിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത ഒരു തന്ത്രമാണ് യുദ്ധം. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അദ്ദേഹത്തിനും ഭാര്യ സാറയ്ക്കുമെതിരെ വൻതോതിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയ യുദ്ധമാണ് നമ്മളെ എല്ലാം ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുക്കളകളിലേക്ക് ആ യുദ്ധം എത്തിച്ചു. അവരെ അടുക്കള കൂട്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു അവരെ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം. ട്രംപ് ഒരു മണ്ടനായ ഭരണാധികാരി വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന് ഉദാഹരണം. ഒരു പക്ഷേ പപ്പു എന്ന് പറയുന്ന രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. മണ്ടൻ തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് എന്നുള്ള പരിപാടി കോവിഡിന്റെ കാലത്ത് തന്നെ നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ എണ്ണയുടെ കാര്യത്തിൽ വലിയൊരു സ്റ്റോക്ക് നമുക്കുണ്ട്. രണ്ടാമതായിട്ട് റഷ്യയുമായിട്ട് ചർച്ച നടത്തി വൻതോതിൽ എണ്ണ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് ലോകത്തിൽ ഒരേ ഒരു രാഷ്ട്രത്തിന്റെ എണ്ണ ടാങ്കർ മാത്രമേ ഇറാൻ ഭരണകൂടം ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുവദിച്ചിട്ടുള്ളൂ. ആ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. രണ്ടാമത്തെ കപ്പലും വന്നു, ഒരു പരിക്കും പറ്റാതെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് കൃഷ്ണേന്ദു? കംപ്ലീറ്റ് ഹോർമൂസ് കടലിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇറാന്റെ കയ്യിലാണ് എന്നല്ലേ അതിന്റെ വസ്തുത, അതിന്റെ യുക്തി അതല്ലേ? എന്നിട്ടോ ഈ ഇറാൻ, ഈ മുസ്താബ മരിച്ചുപോയെന്ന് പറയുന്ന ഇറാന്റെ മിസൈലുകൾ ചെന്നിട്ട്, മിസൈലല്ല ജെറ്റായിരുന്നു, ജെറ്റ് ചെന്ന് അമേരിക്കയുടെ പടക്കപ്പലായിട്ടുള്ള ജെറാഡ് ആർ ഫോർഡിൽ ചെന്നിട്ട് പതിക്കുന്നതും അത് തീ കത്തുന്നതും ദൃശ്യങ്ങൾ ലഭ്യമാണ് പബ്ലിക് ഡൊമൈനിൽ. ആ കപ്പലിന് സാരമായി പരിക്കേൽപ്പിച്ചു. ജെറാഡ് ഫോർഡ് അവിടെ നിന്ന് ഹോർമൂസ് കടലിൽ നിന്ന് പലായനം ചെയ്തു. ഇന്ന് അവിടെ ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലെന്ന് അവകാശപ്പെട്ടു വന്ന് തകർത്തു ഇറാൻ. ഇപ്പൊ ഇവരെല്ലാം അമ്പരക്ക് ഇത് എവിടെ നിന്ന് ഇവർക്ക് ഇത്രയും ശക്തി കിട്ടി? 2 ദിവസം കൊണ്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ച ഇറാൻ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു. അതിന്റെ പ്രഹരശേഷി കൂടി വരികയാണ്. അപ്പൊ ഇവർ പറയുന്നത് റഷ്യ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത S-400 എന്ന് പറയുന്ന
ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇറാനിൽ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഒരൊറ്റ മിസൈലോ അല്ലെങ്കിൽ ഒറ്റ വിമാനവും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, മുഴുവൻ തകർക്കും. നമുക്ക് എങ്ങനെ അറിയാതെ? ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്ത് ഇന്ത്യ കണ്ടതാണ്. ഡ്രോണുകളെ, വിമാനങ്ങളെ, മിസൈലുകളെ മുഴുവൻ തകർത്ത് ഇന്ത്യ രക്ഷിച്ചു. ഈ S-400 അതിപ്പോ ഇറാനും കിട്ടിയിരിക്കുന്നു. മനസ്സിലായോ? അത് വളരെ വ്യക്തമായിട്ടുള്ള മിലിറ്ററി സോഴ്സസിൽ നിന്ന് ലഭിച്ച വിവരമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചൈന അതുപോലെ തന്നെ അവിടുന്ന് എണ്ണ കൊണ്ടുപോകുന്നുണ്ട് രഹസ്യമായിട്ട്. കാരണം എന്താ? അതെങ്ങനെ കൊണ്ടുപോകുന്നു? അമേരിക്കയുടെ GPS സിസ്റ്റം വഴിയാണ് കപ്പൽ വരുന്നോ ഇല്ലയോ എന്ന് അവർ നിരീക്ഷിക്കുന്നത്. പക്ഷെ ചൈന ആ സിസ്റ്റം അല്ല ഉപയോഗിക്കുന്നത്. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു നേവിഗേഷൻ സിസ്റ്റം വികസിപ്പിച്ചിട്ടുണ്ട്. അതുവഴി അവർ പോകുന്നു. അമേരിക്കക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ പ്രേത കപ്പലുകൾ ഹോർമൂസ് കടലിൽ വരുന്നു പോകുന്നു. അമേരിക്ക നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. നോക്കൂ, എത്ര കപ്പലുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്? 400ഓളം കപ്പലുകളാണ്. ഒരെണ്ണത്തിനെ പോലും അവിടുന്ന് നയിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അമേരിക്കക്ക് ഒരു അധികാരവും അവിടെ ഇല്ല. കടലിൽ പെട്ട് കിടക്കുകയാണ്. ഈ മുതല കാലിന് പിടിച്ച ആളുകൾ കടലിൽ നദിയിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അവരെ പെട്ടുപോയി. അമേരിക്ക പെട്ടുപോയി. ഇപ്പോ ഇനി അദ്ദേഹത്തിന് മാന്യമായിട്ട് ഈ സമയത്ത് ചെയ്യാവുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഇതിലും വലിയ നാശമേൽപ്പിക്കും ഇറാൻ. കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം? ഇറാനിലെ വിദേശകാര്യമന്ത്രി, അവിടുത്തെ പ്രതിരോധത്തിന്റെ ചീഫ്, എല്ലാവരും, ജനങ്ങൾ എത്ര മാത്രം ഇറങ്ങിയത്? അമേരിക്ക ഇറാന് വലിയൊരു സഹായം ചെയ്തു. അതെന്താണെന്ന് അറിയാമോ? തമ്മിലടിച്ചു നിന്ന ആൾക്കാരെ ഒന്നിപ്പിച്ചു. ഇറാൻ ഇപ്പോൾ ഒന്നായി. നോക്കൂ, കൊച്ചിയിൽ സുരക്ഷിതത്വം തേടിയിരുന്ന കപ്പൽ നോക്കൂ. കപ്പൽ ഇതാ ഞങ്ങളിൽ പോവുക, ഞങ്ങൾക്ക് പേടിയില്ല അമേരിക്ക എന്ന് പറഞ്ഞ് തീരം വിട്ടു കഴിഞ്ഞു. അവർ പോവുക. ദേ ആർ മോർ കോൺഫിഡൻറ്റ്. കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ വീര്യത്തോടു കൂടി, പൂർവാധികം ശക്തിയോടുകൂടി അമേരിക്കയ്ക്കും ഇറാനും വിട്ട് താങ്ങുകയാണ്. എന്നിട്ടിപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം നടന്നത്? ട്രംപ് മിസൈൽ അയച്ച് അവരുടെ ഒരു ദ്വീപില് പോയിട്ട് കുറെ തകർച്ച. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇറാനെയോ ടെഹ്റാനെയോ അവർക്ക് ആക്രമിക്കാൻ കഴിയുന്നില്ല. പകരം വിദൂരമായിട്ട് ദ്വീപുകളിൽ പോയിട്ട് ആക്രമണം നടത്തും. ഏകദേശം പറയുന്നത് അവിടെ 90% ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി നടക്കുന്ന സ്ഥലമാണത്ര. പക്ഷെ ഈ എണ്ണ കയറ്റുമതിന്റെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ടില്ല. ദ്വീപിന്റെ എനിക്ക് തോന്നുന്നു മറ്റുള്ള മേഖലകളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. അതെ, മറ്റുള്ള മേഖലകളെന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അവിടെ എണ്ണയാണ് പ്രധാനം. അവിടെ തൊട്ടിട്ടില്ല, അവിടെ തൊടാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണത്. അല്ലെങ്കിൽ നശിപ്പിച്ചേനെ. അപ്പൊ 165 കുട്ടികളെ കൊന്ന ആളുകള് അവരുടെ ആത്മവീര്യം തകർത്ത് ഇപ്പൊ കീഴടങ്ങുന്ന ചെയ്തതാണത്. അത് പരാജയപ്പെട്ടു. കരയുദ്ധം നടത്തുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാത്തത്? എത്ര 2 ആഴ്ചയായല്ലോ പറഞ്ഞിട്ട്. എന്താ കരയുദ്ധം ചെയ്യാത്തത്? കരയുദ്ധം ചെയ്യാൻ പോയോണ്ടല്ലോ ഒറ്റയൊരെണ്ണം ജീവനോട് തിരിച്ചു പോവില്ല. അതാണ് കാര്യം. നമ്മളിപ്പോ ഇറാന്റെയും ഇസ്രായേലിന്റെ പക്ഷമല്ല. 2 രാജ്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രങ്ങളാണ്. പക്ഷേ ഇന്ത്യയുടെ കപ്പൽ അതുവഴി വിടാൻ സഹായിച്ച, അതിനുവേണ്ടി നമ്മളോടൊപ്പം നിന്ന ഇറാനെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ മതഭരണമായിക്കോട്ടെ എന്ത് ഭരണമായിക്കോട്ടെ നടക്കുന്നത് നമുക്ക് വിഷയമല്ല. പക്ഷെ നമ്മുടെ രക്ഷയ്ക്ക് അവരെത്തിയില്ലേ? നമ്മുടെ കപ്പലിനെ പൊന്നുപോലെ സൂക്ഷിച്ചില്ലേ അവര്? അതിലൂടെ വിട്ടില്ലേ? ഒരാക്രമണം ഉണ്ടാവും നോക്കിയില്ലേ? അപ്പൊ ഇത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇറാൻ തന്നെയാണ്. നേതൃത്വത്തിൽ ഇപ്പൊ ഇറാനാണ് പറയുന്നതും അവരാഗ്രഹിക്കുന്നതുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറമൊന്നും അല്ല. അമേരിക്കയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും വിൺവാക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറാൻ ഇപ്പൊ എന്നേ ഈ വാക്കുകൾ കേട്ടത് എന്നേ കീഴടങ്ങേണ്ടതാണ്. വാസ്തവത്തിൽ എന്നേ കീഴടങ്ങേണ്ടതാണ്. കീഴടങ്ങിയിട്ടില്ല. അവർ വർദ്ധിത വീര്യത്തോടു കൂടി അമേരിക്കയുടെ മിലിറ്ററി സ്റ്റേഷനുകളെല്ലാം അറബ് നാടുകളിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ദേ ആർ ഓൺ എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തിയുടെ ഒരു ഉയരത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്. കാരണം അവരാണ് ഇപ്പൊ ജയിച്ചു നിൽക്കുന്നതെന്നുള്ളതാണ് അതിന്റെ സത്യം. നാളെ ഇനി എന്താവുമെന്ന് അറിയില്ല. അവര് ജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അവരുടെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മുസ്ലിങ്ങളല്ല ഇപ്പൊ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ മതം വെച്ചല്ല ഒരു രാഷ്ട്രത്തെ ഒരു മനുഷ്യനെ അളക്കുന്നത്. അവരൊരു ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അവരുടെ ഭീകരവാദികളെ കൊണ്ട് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹമാസിനെ കൊണ്ടോ ഹെസ്ബുള്ളയെ കൊണ്ടോ ഹൂത്തികളെ കൊണ്ടോ. നമ്മൾക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഭീകരവാദികളെ കൊണ്ടാണ് കുഴപ്പമുണ്ടാകുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, അങ്ങനെയുള്ള സംഘടനകളാണ്. അവരെ ഒന്നും ഇവർ സഹായിക്കുന്നുമില്ല. പാകിസ്ഥാൻ ആണ് ഇറാനേക്കാൾ ഭീകരമായ രാഷ്ട്രം. അവിടെ മതഭരണം അല്ലെങ്കിലും ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ട് തീവ്രവാദികളെയും വളർത്തുകയാണ് അവര്. അപ്പൊ ആദ്യത്തെ മിസൈൽ പതിക്കേണ്ട പാകിസ്ഥാനിലായിരുന്നു. എങ്കിൽ ഞാൻ ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. ഇറാൻ ഇനി അറിയാം. വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ ഹോർമൂസ് എന്നുള്ള പേര് ഇതിൽ നിന്ന് വന്നാണെന്ന് അറിയാം.
നമ്മൾ കേട്ടാ തോന്നുന്നു ഏതോ സാഹിബിന്റെ പേരാണ്. അല്ല, അവിടുത്തെ പഴയ ജനതയായിട്ടുള്ള പേർഷ്യൻ സൗരാഷ്ട്രൻ മതക്കാരായിരുന്നു അവര്. നമ്മൾ ഈ പറയുന്ന പാഴ്സികൾ എന്ന് പറയുന്നവര്. ജാംഷഡ്ജി ടാറ്റയൊക്കെ ആ മതത്തിന്റെ ആൾക്കാരാണ്, പാഴ്സി മതം. നമ്മൾ ഇരു കൈകളിൽ നീട്ടി അവരെ അവിടുന്ന് പലായനം ചെയ്തപ്പോൾ സ്വീകരിച്ചവരാണ്. അവരുടെ ദേവതയാണ് നമ്മുടെ സരസ്വതി ദേവി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ദേവതയുടെ പേരാണ് ഹോർമൂസ്. ആ ഹോർമൂസ് ഒരു ദ്വീപായിരുന്നു. ആ ഹോർമൂസ് ദ്വീപിൽ ഇരുന്നു കൊണ്ടാണ് അവര് ഈ ഹോർമൂസ് ഉൾക്കടലിലെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. അതിന്റെ പൂർണ്ണ ചുമതല അവരുടെ കയ്യിലാണ്. അമേരിക്കയ്ക്കോ ഇസ്രായേലിനൊന്നും ഒരു പങ്കുമില്ല. മറ്റേ കരയ്ക്ക് ഒമാനുമാണ്. അതിനിടയ്ക്കുള്ള ആ ദേവതയുടെ പേരിലാണ് ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രമായെന്ന് പറയുന്നു. എന്നിട്ടും ഈ പാഴ്സികളുടെ ദേവതയുടെ പേര് അവർ ഇന്നുവരെ മാറ്റിയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അൽ മുഹമ്മദ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആകാമായിരുന്നല്ലോ, മാറ്റിയവര് മാറ്റാതെ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ്. അത്ര ഇന്ത്യക്കെതിരല്ല, ഇന്ത്യക്കെതിരാണോ, ഇന്ത്യയുടെ താല്പര്യത്തിനെതിരാണെന്ന് മാത്രമാണ് തോന്നുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഉടനെ പോയിട്ട് ഇറാൻ്റെ ആയത്തുള്ള ഖമേനി നിന്റെ അച്ഛനാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു ചോദിക്കണം, ട്രംപ് നിന്റെ അച്ഛനാണോ നമ്മളും ചോദിക്കേണ്ടി വരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയെ രക്ഷിച്ചു അവർ. ഇനി ബാക്കി 24 കപ്പൽ ഒരു മാസം ഇന്ത്യയിലേക്ക് വരാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ 10,000-ഓളം പേരുണ്ട് ഇറാനിൽ. അവരെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. നമ്മൾ ചുമ്മാതെ അവരെ പ്രകോപിപ്പിക്കുന്നതിന് ഇസ്രായേലിനെയും പ്രകോപിപ്പിക്കാൻ പാടില്ല, ഇറാനെയും പ്രകോപിപ്പിക്കാൻ പാടില്ല. ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രധാനമന്ത്രിയുടെ നയം എന്ന് പറഞ്ഞാൽ അവരെയും നമ്മളൊന്നും പറയുന്നില്ല. നമ്മുടെ മാർഗത്തിലൂടെ സ്വയം കരുത്താർജിച്ച് മുന്നോട്ട് പോവുക. അതാണ് അതിന്റെ ശരിയായ വസ്തുത. ഏതായാലും സാർ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോ നേതൃത്വം നേതൃസ്ഥാനത്ത് ഒരാളില്ല, അത് ഇല്ലാതായിട്ടും വളരെ വീറോടുകൂടി തന്നെ പോരാടുന്ന ഒരു ഇറാനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ട്രംപിന്റെ ഇറാനെ തൊട്ട് കൈപൊള്ളിയോ അമേരിക്കയ്ക്ക് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ കടുപിടുത്തത്തിലാണ്. 3 രാജ്യങ്ങളും ഇങ്ങനെ കടുപിടുത്തം തുടർന്നു കഴിഞ്ഞാൽ യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നുള്ള ഒരു ആശങ്ക അത് ലോകരാജ്യങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ യുദ്ധം അവസാനിക്കട്ടെ. എന്തായിരിക്കും ഈ അടുത്ത ഓരോ മണിക്കൂറിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഇറാനിയൻ ഗവൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. അതായത് താമസിയാതെ ഒരു സന്തോഷ വാർത്ത വരും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. ഈ പേർഷ്യ എന്ന് പറയുന്ന ആര്യ സാമ്രാജ്യം അത് പണ്ടത്തെ സാമ്രാജ്യം ഈ ഇസ്ലാം മതമൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള പോരാട്ട വീര്യക്കാരുടെ നാട് തന്നെയായിരുന്നു. ഡാരിയസ് എന്ന് പറയുന്ന ചക്രവർത്തി, പേർഷ്യൻ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ ആളാണ്. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു അലക്സാണ്ടർ ചക്രവർത്തി വേണ്ടി വന്നു. അദ്ദേഹത്തിന് മാത്രമേ തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും, ലോക ജേതാവായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത ആര്യ വംശജരാണ് ഈ പേർഷ്യക്കാർ. അവരൊരിക്കലും കീഴടങ്ങിയില്ല, മരിച്ചാലും കീഴടങ്ങിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന് അവിടെ ഒരു മേൽക്കൈ നേടുന്നു. അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള വാക്ക് ആണ് ഇറാനിയൻ ഭരണ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി കാത്തിരുന്ന് തന്നെ കാണാം.